ഹായ് കൃഷ്ണപ്രിയ, സുഖാണോ? സുഖാണ്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടൻ. സ്ഥലമൊക്കെ എവിടെയാണ്? സ്ഥലം കോട്ടയം. അപ്പോ കൃഷ്ണപ്രിയ, അബോധയിൽ ഏത് കോഴ്സാണ് കൃഷ്ണപ്രിയ എടുത്തിരുന്നത്? ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നു. ഏതാ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് ഒക്കെ? എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അബോധയെ പറ്റി അറിഞ്ഞിരുന്നത്? ഫ്രണ്ട് പറഞ്ഞ് അറിഞ്ഞതായിരുന്നു. ഓക്കെ, ഫ്രണ്ട് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോ ഈ ഒരു 2800 പ്രൈസിന് ഒരു കോഴ്സ് എന്ന് കേട്ടപ്പോ ആദ്യം എന്താ തോന്നിയത്? ആദ്യം എന്താ എനിക്ക് ആദ്യം ഞാൻ അത്ര കൺവിൻസ്ഡ് അല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഫ്രണ്ട്സ് വഴിയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ഓക്കെയാണ്, കുറെ പേരൊക്കെ പ്ലേസ്മെന്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ച് ജോയിൻ ചെയ്തതാ. എന്നിട്ട് വർക്കൗട്ട് ആയപ്പോ? ഇപ്പൊ വർക്കൗട്ടായി. വർക്കൗട്ട് ആയല്ലേ? ഇപ്പൊ കറന്റ് ഏത് കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോ ഡോക്ടർ അഗർവാൾ സൈഡ് ഹോസ്പിറ്റലിലാണ്. ആണല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് വർക്കൊക്കെ, എങ്ങനെ പോകുന്നു? വർക്കൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആസ് എ ഒരു ഫ്രഷർ ആയിട്ടില്ലേ കയറിയത്, അപ്പൊ ഒരു പുതിയൊരു സ്ഥലത്ത് കയറുമ്പോ പരിചയമില്ലാത്ത ഒരു ജോലി, അപ്പോ കുറച്ച് ഡിഫിക്കൽട്ടി ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു അതിനൊക്കെ തരണം ചെയ്തിരുന്നത്? ആദ്യമേ എനിക്ക് ഒരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. അപ്പൊ ആ കയറിയ 3 മന്തിൽ എനിക്ക് അത്യാവശ്യം ഇവിടുന്ന് എല്ലാ ട്രെയിനിങ് കിട്ടി. എല്ലാം എങ്ങനെ ചെയ്യണം, ഇവിടുന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവരെ ഹെൽപ്പ് ചെയ്തു ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള സ്റ്റാഫ് ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമ്മുടെ ജാപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ജാപ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ജാപ്പിന്റെ ആ ഒരു? ജാപ്പിൽ ഞാൻ 2 തവണ അറ്റൻഡ് ചെയ്തിരുന്നു. രണ്ടാമത്തെ ചാൻസിലാണ് എനിക്ക് ഇവിടെ കിട്ടിയത്, പ്ലേസ്മെന്റ് ആയത്. അപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ജാപ്പിൽ. അപ്പോഴും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടുമെന്ന്. പിന്നെ പെട്ടെന്നായിരുന്നു ഇവിടുന്ന് ഒരു കോള് വന്നത്. മോക്ക് ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്തായിരുന്നു? കണ്ടക്ട് ചെയ്തിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോക്ക് ഇന്റർവ്യൂയുടെ ആ ഒരു അനുഭവങ്ങളൊക്കെ? കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഒട്ടും ഫ്രഷർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കോൺഫിഡൻസ്, കുറച്ച് ഇതുണ്ടാവൂലോ, നമുക്കൊരു പേടി ഉണ്ടാവൂലോ. അതൊക്കെ ഓക്കെ ആയി. എല്ലാം ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു ക്ലിയർ ചെയ്തിരുന്നത്? അത് നമ്മൾ ഹെൽപ്പ് സെക്ഷൻ ഉണ്ടല്ലോ, അതിൽ കെയർ ചെയ്തിരുന്നു, ഞാൻ ചോദിച്ചിരുന്നു. പിന്നെ നമ്മുടെ ഒരു ജോയിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരാളുണ്ടല്ലോ, ഒരു ട്യൂട്ടർ ഉണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കോർഡിനേറ്റേഴ്സിന്റെ പ്രതികരണങ്ങളൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ? ഡൗട്ട്സ് എപ്പം ചോദിച്ചാൽ അവര് അപ്പം അവൈലബിൾ ആയിരുന്നു, പറഞ്ഞു തരാൻ വേണ്ടിട്ട് അവർക്ക് ഓക്കെ ആയിരുന്നു. അതെന്നെ വലിയ കാര്യമാണ്. ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നോ? ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് അപ്പൊ തന്നെ ആളുടെ അടുത്ത് പറയുമ്പോൾ മാഡം എനിക്ക് ഓക്കെ ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ ആക്കി തന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ അങ്ങനെ മൊത്തത്തിൽ അധികം ഹാപ്പി ആണോ ലൈഫ്? ഹാപ്പിയാണ്. ഹാപ്പി ആണല്ലേ? ഇനി അവസാനമായിട്ട് കൃഷ്ണപ്രിയയോട് ഒന്ന് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഓൾറെഡി നമ്മുടെ അബോധയിൽ നിര സ്റ്റുഡൻസ് നമുക്ക് പഠിക്കുന്നുണ്ട്, ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും കുറെ പേരുണ്ട്. അപ്പൊ അവരോട് കൃഷ്ണപ്രിയക്ക് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ചാൽ, അന്നും ആദ്യം ഈ ഒരു ഫീ കണ്ടിട്ട് ആരും മടിച്ചു നിൽക്കുമെന്നും വേണ്ട. കാരണം ജെനുവിൻ ആണ്. നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഒരു സക്സസ് ഉണ്ടാവും തന്നെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു കൃഷ്ണപ്രിയ. ഇത്രയും നേരം ഈ ഒരു വർക്കിന്റെ ഇടയിൽ പോലും നമ്മൾക്ക് വേണ്ടി ഇത്ര സമയം സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ.